മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2026 ജൂൺ 4 വ്യാഴം. ഏതെങ്കിലും ഒരു ഭാഷ ഒരു വിദ്യാർത്ഥിയുടെ മേലും അടിച്ചേൽപ്പിക്കില്ല എന്നും അയവുള്ള സമീപനം ഉണ്ടാകുമെന്നും ബോർഡ് ഉദ്ധരിക്കുന്ന ദേശീയ നയം തന്നെ ഉറപ്പു നൽകുന്നുണ്ട്. എന്നാൽ പ്രയോഗത്തിൽ അതല്ല സംഭവിക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. ത്രിഭാഷാ നയം വീണ്ടും പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. കേന്ദ്ര സ്കൂൾ വിദ്യാഭ്യാസ അധികാര കേന്ദ്രമായ CBSE വീണ്ടും വാർത്തകളിൽ വരുന്നത് അത്ര തിളക്കത്തോടെയല്ല. 12ാം ക്ലാസ് പരീക്ഷ മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട് വേണ്ടത്ര വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ബോർഡ് ത്രിഭാഷാ പദ്ധതിയിലെ അശാസ്ത്രീയ നിലപാടുകളിലൂടെയും ധൃതി പിടിച്ച മാറ്റങ്ങളിലൂടെയുമാണ് ഇപ്പോൾ ചർച്ചാവിധേയമാവുന്നത്. മെയ് 15 ഇറക്കിയ സർക്കുലറിൽ 9ാം ക്ലാസ് മുതൽ 3 ഭാഷകൾ പഠിപ്പിക്കുന്നത് CBSE നിർബന്ധമാക്കിയിരിക്കുന്നു. ഇതിനെതിരെ പലരും ചേർന്ന് നൽകിയ ഹർജിയിൽ സുപ്രീം കോടതി ജൂലൈ 15, 16 തീയതികളിൽ വാദം കേൾക്കാൻ നിശ്ചയിച്ചിരിക്കുകയാണ്. എന്നാൽ പ്രസ്തുത സർക്കുലർ തൽക്കാലം സ്റ്റേ ചെയ്യാൻ കോടതി വിസമ്മതിച്ചിരിക്കുന്നു. ഇതിനു മുമ്പ് ഏപ്രിൽ 9 മെയ് 4 ഇതു സംബന്ധമായ മറ്റ് സർക്കുലറുകളും ഇറങ്ങിയിരുന്നു. മെയ് 31 മുമ്പായി സ്കൂളുകൾ തെരഞ്ഞെടുത്ത ഭാഷകളുടെ വിവരങ്ങൾ CBSE പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ത്രിഭാഷാ പദ്ധതിയിൽ 10ാം ക്ലാസ്സിലെത്തുന്ന വിദ്യാർത്ഥികൾ 3 ഭാഷകൾ പഠിച്ചിരിക്കണം. അതിൽ 2 എണ്ണം സ്വദേശി ഇന്ത്യൻ ഭാഷകളായിരിക്കണം എന്നതാണ് പ്രധാന വ്യവസ്ഥ. 2020 ദേശീയ വിദ്യാഭ്യാസ നയം അനുസരിച്ച ഭാഷാ പദ്ധതിയാണ് ഇത് എന്നാണ് കേന്ദ്രത്തിന്റെ വാദം. എന്നാൽ ആ നയരേഖ നടപ്പിലാക്കൽ നിർബന്ധമായ ഒരു സ്റ്റാറ്റ്യൂട്ട് അല്ലെന്നും വെറുമൊരു മാർഗനിർദ്ദേശക പത്രിക മാത്രമാണ് എന്നും അതിനെ കോടതിയിൽ എതിർക്കുന്ന കക്ഷികൾ ചൂണ്ടിക്കാണിക്കുന്നു. ഭാഷാ നയങ്ങൾ മുമ്പേ തന്നെ വിവിധ സംസ്ഥാനങ്ങളുടെ, വിശിഷ്യ ഹിന്ദി സംസാരിക്കാത്ത ദക്ഷിണ സംസ്ഥാനങ്ങളുടെ എതിർപ്പ് ക്ഷണിച്ചു വരുത്തിയതാണ്. തമിഴ്നാട്ടിൽ 60കളിൽ നടന്ന രൂക്ഷമായ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭങ്ങൾ വിഷയത്തെ ദേശീയ തലത്തിൽ തന്നെ ചൂടുപിടിപ്പിച്ചു. ആ കാലഘട്ടത്തിൽ നിയമിക്കപ്പെട്ട കോത്താരി കമ്മീഷൻ നൽകിയ ശുപാർശകളാണ് 1968 ത്രിഭാഷാ പദ്ധതി എന്ന തത്വം അവതരിപ്പിച്ചത്. അതനുസരിച്ച് ഹിന്ദി നിർബന്ധമായും തിരഞ്ഞെടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ലെങ്കിലും പ്രയോഗത്തിൽ ഹിന്ദി ഇതര ഇന്ത്യൻ ഭാഷകൾ പഠിപ്പിക്കാനുള്ള സൗകര്യങ്ങളുടെ അഭാവത്തിൽ ഫലത്തിൽ ഹിന്ദി പഠനം നിർബന്ധമാവുന്ന അവസ്ഥയുണ്ടാവും എന്നതിനാലാണ് തമിഴ്നാട് അതിനെ എതിർക്കുകയും ഇംഗ്ലീഷും തമിഴും ചേർന്ന ദ്വിഭാഷാ നയം മാത്രമേ തങ്ങൾ സ്വീകരിക്കുകയുള്ളൂ എന്ന് ശഠിക്കുകയും ചെയ്തത്. അന്നത്തെ മുഖ്യമന്ത്രി CN അണ്ണാദുരൈയുടെ നേതൃത്വത്തിൽ ആ ദ്വിഭാഷാ നയം സംസ്ഥാനം സ്വീകരിച്ചതും അങ്ങനെയാണ്. ഇന്നും 2 ഭാഷ മാത്രം നിർബന്ധമായി പഠിപ്പിക്കുന്ന ഏക സംസ്ഥാനമാണ് തമിഴ്നാട്. പരോക്ഷമായി ഹിന്ദി അടിച്ചേൽപ്പിക്കുന്ന ഭാഷാ നയം തിരസ്കരിക്കുന്നുവെന്നും ദ്വിഭാഷാ നയമേ അംഗീകരിക്കൂ എന്നും പുതിയ വിജയ് സർക്കാരും വ്യക്തമാക്കിയതാണ്. അധ്യയന ഭാരവും അധ്യാപകർ, പുസ്തകങ്ങൾ എന്നിവയുടെ ദൗർലഭ്യവും സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യ പരിമിതികളും ചൂണ്ടിക്കാട്ടി തന്നെയാണ് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് വിഷയത്തിൽ പ്രാഥമിക അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയത്. ഇഷ്ടമില്ലാത്ത ഭാഷയുടെ പഠനത്തിനും അധ്യയനത്തിനും നിർബന്ധിക്കുമ്പോൾ അത് സംസ്ഥാനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കുകയാണ് എന്നും ഭരണഘടനയുടെ ഫെഡറൽ തത്വങ്ങളെ ഹനിക്കുകയാണ് എന്നും ഹർജിക്കാരുടെ അഭിഭാഷകൻ കപിൽ സിബൽ ഉന്നയിച്ചിരുന്നു. CBSEയുടെ വ്യവസ്ഥയിൽ 9ഉം 10ഉം ക്ലാസ്സിൽ 3 ഭാഷ പഠിക്കുന്നത് നിർബന്ധമാണെങ്കിലും 10ാം ക്ലാസ് പരീക്ഷയിൽ 3ാമത്തെ ഭാഷയിൽ ബോർഡ് പരീക്ഷയുണ്ടാവില്ല എന്നും ക്ലാസ് പരീക്ഷകളുടെ അടിസ്ഥാനത്തിൽ സ്കോർ മാർക്ക് ഷീറ്റിൽ ചേർക്കുമെന്നും CBSE അഭിഭാഷകൻ വ്യക്തമാക്കിയിരുന്നു. പരമോന്നത കോടതി കൂടുതൽ വാദങ്ങൾ കേൾക്കുന്നതിനായി CBSEക്കും NCERTക്കും നോട്ടീസ് അയച്ചിരിക്കുകയാണ്. CBSEയും കേന്ദ്ര സർക്കാരും ഇക്കാര്യത്തിൽ തുറന്ന സമീപനമല്ല സ്വീകരിച്ചിരിക്കുന്നത് എന്നു വേണം കരുതാൻ. ബോർഡിന്റെ സർക്കുലർ തന്നെ വേണ്ടത്ര സമയം അനുവദിച്ചല്ല സ്കൂളുകൾക്കുമേൽ നിബന്ധനകൾ അടിച്ചേൽപ്പിക്കുന്നത്. പുതുതായി ഭാഷ പഠിക്കാൻ നിർബന്ധിതരാവുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഇതിൽ ആശങ്കയുണ്ടാവുക സ്വാഭാവികം. പാർലമെന്റിന്റെ അംഗീകാരമില്ലാതെ ഇത്തരമൊരു നയം കേവലം എക്സിക്യൂട്ടീവ് സ്ഥാപനം മാത്രമായ ഒരു ബോർഡിന്റെ സർക്കുലറിലൂടെ നടപ്പിലാക്കുന്നതിലുമുണ്ട് അസാംഗത്യം. അതിനു പുറമെ ഏതെങ്കിലും ഒരു ഭാഷ ഒരു വിദ്യാർത്ഥിയുടെ മേലും അടിച്ചേൽപ്പിക്കില്ല എന്നും അയവുള്ള സമീപനം ഉണ്ടാകുമെന്നും ബോർഡ് ഉദ്ധരിക്കുന്ന ദേശീയ നയം തന്നെ ഉറപ്പു നൽകുന്നുമുണ്ട്. എന്നാൽ പ്രയോഗത്തിൽ അതല്ല സംഭവിക്കുന്നത്. പുതിയ നയം നടപ്പിലാക്കുന്നത് 2029-30 അധ്യയന വർഷം വരെ മാറ്റിവെച്ചിരിക്കുന്നു എന്നറിയിച്ച ശേഷം ആഴ്ചകൾക്കുള്ളിലാണ് ബോർഡ് പുതിയ നിബന്ധനയുമായി വന്നത്. യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികൾ, അധ്യാപകർ, CBSE നിയമസഭാ സാമാജികർ, വിദ്യാഭ്യാസ വിചക്ഷണർ തുടങ്ങി ബന്ധപ്പെട്ട എല്ലാ വിഭാഗങ്ങളുമായും ചർച്ചയ്ക്ക് അവസരമൊരുക്കി അഭിപ്രായ ഐക്യത്തിലെത്താനായിരുന്നു ബോർഡ് ശ്രമിക്കേണ്ടിയിരുന്നത്. എല്ലാം മുൻകൂട്ടി തീരുമാനിച്ച ശേഷം വിമർശനങ്ങളെ നേരിടുകയോ അവഗണിക്കുകയോ ചെയ്യുന്ന ശൈലി ഭാവി പൗരസഞ്ചയത്തെ ബാധിക്കുന്ന ഇക്കാര്യത്തിലെങ്കിലും കേന്ദ്ര അധികാരികൾ വെടിഞ്ഞേ പറ്റൂ. മാധ്യമം പോഡ്കാസ്റ്റ്.